അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററിൽ ജോലി ചെയ്തവൻ മനുഷ്യനല്ലയോ? ഇറാഖിലും ഫലസ്തീനിലും ചെച്ചനിയിലും ബോസ്നിയയിലും കോസോവോയിലും ലബനാനിലും ജാംഷഡ്പൂരിലും ഇന്ത്യ രാജ്യത്തും കാശ്മീരിലും മരിച്ചു വീണ ആയിരങ്ങളെ, നിങ്ങൾ മനുഷ്യരല്ലായിരുന്നുവോ? അതെ, അവരൊക്കെ മനുഷ്യരായി. അവരുടെ കുടുംബം ഇന്ന് ദുഃഖത്തിലാണ്. ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ല. ഭർത്താവ് കയറി വരുന്നത് പ്രതീക്ഷിച്ചിരുന്ന ഭാര്യയുടെ മുമ്പിൽ വെട്ടിനുറുക്കിയ മാംസക്കഷ്ണമായി കൊണ്ടുപോയി കൊടുത്തവരെ നിങ്ങൾ ഏത് മാനവിക ദർശനമാണ് പറയുന്നത്? ഞാൻ പിണറായിയുടെ പല പ്രസംഗങ്ങളും കേട്ടു. വ്യക്തിപരമായ അയാളെ ഒന്ന് കാണാൻ അവസരമുണ്ടായാൽ ഒരു പൗരൻ എന്ന നിലയിൽ ചോദിക്കാൻ ഒരുപാട് ചോദ്യം. ഇവിടുത്തെ രാഷ്ട്രീയ നായകന്മാരോടും മതപുരോഹിതന്മാരോടും ചോദിക്കാൻ. സുന്ദരമായ ഒരു പെരുന്നാൾ ദിനത്തിൽ പോലും പിണങ്ങോട് വെച്ച് ഈ കെ സുന്നിയുടെ എന്തിനു പറയണം കൊന്നില്ലേ? ഓമശ്ശേരിയിൽ വെച്ച് കമ്പി അടിച്ചു കയറ്റിയില്ലേ മറുഗ്രൂപ്പുകാരനെ? എവിടെ പ്രതീക്ഷിക്കും? ആരിലേക്ക് ചെന്നു ചേരും? അലിവും ആർദ്രതയും അനുകമ്പയും സഹാനുഭൂതിയും നഷ്ടപ്പെട്ടു പോയ ഒരു ലോകത്ത് നാം ഇനി എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നത് രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പടപ്പാട്ട് മുടങ്ങുന്ന ഒരു നവസൂര്യോദയത്തിന് കാത്തിരിക്കുന്ന നാം വിപ്ലവകാരികളായി രംഗത്തു വരണമെന്നാണ് എനിക്ക് പറയാൻ. ഇനി ഞാൻ എന്റെ കൈകൊണ്ട് മദ്യം തൊടില്ല, ഇനി ഞാൻ എന്റെ കൈകൊണ്ട് പുകവലിക്കില്ല, ഇനി ഞാൻ എന്റെ കൈകൊണ്ട് മയക്കുമരുന്ന് തൊടില്ല, ഇനി ഞാൻ എന്റെ കൈകൊണ്ട് ആയുധങ്ങൾ എന്തില്ല. എന്റെ കൈകൾ ആളുകളെ പ്രഹരിക്കാനുള്ളതല്ല, ആളുകളെ തലോടാനുള്ളതാണ് എന്ന തിരിച്ചറിവിലേക്ക് യുവസമൂഹമേ, മതസമൂഹമേ, ഗോത്രക്കാരെ മടങ്ങിപ്പോകണം. ഗോത്ര കുടിപ്പകയുടെ വേരുകൾ കണ്ണൂരിന്റെ മണ്ണിൽ കുഴിച്ചു മൂടണം. സഹോദരങ്ങളെ, ഇനി നടക്കുന്ന സർവകക്ഷി യോഗങ്ങളിൽ മതപണ്ഡിതന്മാരെയും കൂടെ പങ്കെടുപ്പിക്കണം. രാഷ്ട്രീയ കക്ഷികളെ മാത്രമല്ല, മതപണ്ഡിതന്മാരെയും കൂടെ പങ്കെടുപ്പിക്കണം. എന്നിട്ട് പരസ്പരം ചർച്ച ചെയ്യാം. ഞാൻ ഒന്നുകൂടെ പറയും, ഇവിടെ ഈ സംഘടിപ്പിച്ചവരോടുമല്ലാത്തത് നിങ്ങൾക്ക് നിങ്ങളുടെ അയൽവാസിയായ എല്ലാ മുസ്ലിമിന്റെ വീട്ടിലും നിങ്ങൾ കയറിച്ചല്ല പറയണം, നീ RSS കാരൻ, ഞാനൊരു NDF കാരൻ, നിനക്ക് എന്നെ കുറിച്ച് തെറ്റിദ്ധാരണയാണ്, എനിക്ക് നിന്നെ കുറിച്ചും കൊണ്ട് തെറ്റിദ്ധാരണ. എന്തിനാ നമ്മൾ ശത്രുക്കളായത്? ഞാൻ നിനക്ക് എന്തെങ്കിലും ഒരു ഉപദ്രവം ചെയ്തിട്ടുണ്ടോ? നിന്റെ മക്കളെ പീഡിപ്പിച്ചിട്ടുണ്ടോ? നിന്റെ സമ്പത്ത് കവർന്നെടുത്തിട്ടുണ്ടോ? ഇല്ല. ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് എന്തിനാടാ അറിയാതെ നമ്മൾ പരസ്പര ശത്രുക്കളായത്? ആരാ നമ്മളെ ശത്രുക്കളാക്കിയത്? ചെന്ന് ചോദിക്കണം. ബാല, ജോസഫേ, സുബ്രഹ്മണ്യ, ദേവദാസേ, മുഹമ്മദേ, നമ്മൾ എന്തിനാ കഴുത്തറുത്തത്? എന്തിനാ നമ്മുടെ മക്കളെ നമ്മൾ കലാപകാരികളാക്കിയത്? എന്തിനാ നമ്മൾ അവരെ ശത്രുക്കളാക്കിയത്? മാറണ്ടേ? മാറ്റമുണ്ടാകണ്ടേ? പരിവർത്തനമുണ്ടാകണ്ടേ? അതെ, മാറണം. രാത്രികളിൽ ഓരോ വാർത്തകൾ കേട്ട് അങ്ങുമിങ്ങും തിരിഞ്ഞു കിടക്കുമ്പോൾ ഞാൻ ഓർക്കും, നാളെ അത് നമ്മുടെ വീട്ടിൽ വന്ന് കയറും. ഞാൻ അയൽവാസികളെ മുഴുവനും വിളിച്ചു വരുത്തി പറയാറുണ്ട്, പല സ്ഥലങ്ങളിലും പലതും നടക്കുമ്പോ നമ്മുടെ മനസ്സിൽ വൈരമുണ്ടാകും. താടി വെച്ചവനെ കണ്ടുകൂടാ, താടി വെച്ചവനെ കണ്ടുകൂടാ. അങ്ങനത്തെ ഒരു ലോകം അങ്ങനെ ഭീകരവാദിയാണ്. ഞാൻ തമിഴ്നാട്ടിൽ ചെന്നു, എന്റെ കയ്യിൽ ഈ ഒരു പെട്ടി, പോലീസുകാരിത് ചെക്ക് ചെയ്യാത്ത ദിവസമല്ല ഈ പെട്ടി. ഇതൊരു നല്ല പെട്ടിയാണ്, ആദർശികമായിട്ട് കിട്ടിയതാണ്. ഇത് വെപ്പൺസ് ഉള്ള പെട്ടിയാണ്. മദ്രാസിൽ ചെന്നു, മദ്രാസ് എന്ന് പറഞ്ഞു, സാർ വാങ്ങോ, இந்த பெட்டி ஓபன் பண்ணுங்க. எதுக்காக சார்? இந்த பெட்டிக்குள்ள ஒரு பாம்பு இருக்கு, அவ்வளவுதான் இன்ஃபர்மேஷன். பெட்டி ஓபன் பண்ணணும். പെട്ടി തുറന്നു കൊടുത്തു. പെട്ടി ഇപ്പൊ തുറന്നാ കാണാം അണ്ടർവെയർ ഉണ്ട്, രണ്ടു കൂട്ടം, യാത്ര ചെയ്യുമ്പോൾ ധരിക്കാൻ. പിന്നെ തുണിയും കുപ്പായം ഉണ്ടാവും. ഒരു മുസ്ലിമിന് താടി വെച്ചൊരു പെട്ടിയുമായി ട്രെയിനിൽ കയറാൻ പറ്റാത്തൊരവസ്ഥ, ദുര്യോഗം. എന്തു ചെയ്യും? പക്ഷെ ഒന്നുണ്ട്, ഏത് പെട്ടിയും നിനക്ക് ഉപയോഗിക്കാം. ആ പെട്ടിക്കുള്ളിൽ ആയുധമില്ലെങ്കിൽ നിനക്ക് ധൈര്യമുണ്ടാകണം. പോലീസ് ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ നിന്റെ പെട്ടി ഓപ്പൺ ചെയ്യാൻ നിന്റെ കൈകൾ വറക്കരുത്. അതിന് നീ അന്തസ്സുള്ള ജീവിതം നയിക്കണം. സംശയത്തിന്റെ ആനുകൂല്യത്തിലല്ല. നീ ധരിച്ചിരിക്കുന്ന ഷൂവിന്റെ ഉള്ളിൽ എയർപോർട്ടുകൾ കടന്നു പോകുമ്പോൾ മയക്കുമരുന്നുണ്ടാകരുത്. എങ്കിൽ ഏത് നാർക്കോട്ടിക് സെല്ലിനെയും നിനക്ക് അഭിമുഖീകരിക്കാം. അന്തസ്സോടെ തല ഉയർത്തി
മനസ്സിലാവുന്നുണ്ടോ? അതിന് യുവാക്കൾ തയ്യാറാണ്. സ്ത്രീധനം വാങ്ങാൻ, അന്യായത്തിന് കൂട്ടുനിൽക്കാത്ത, കൃത്രിമത്വങ്ങൾ നടത്താത്ത, ഒരു തിന്മകൾക്കും തന്റേതായ ഒരു പിൻബലം നൽകാത്ത ഒരു തലമുറയുണ്ടാകണം. ഉണ്ടാക്കണം. ഇച്ഛാശക്തി കൊണ്ടുണ്ടാക്കണം. ഗാന്ധിജി, അർദ്ധനഗ്നനായ ഗാന്ധി, കരാട്ടെ കുൻഫു ഒന്നും പഠിച്ചിട്ടില്ല, ശാഖയിൽ പോയിട്ടില്ല. ഉണ്ടല്ലോ ഫ്രീഡം പരേഡിന്റെ ശാഖ, RSSന്റെ ശാഖ കേട്ടോ, അതൊന്നും ഗാന്ധിക്ക് പരിചയമില്ല. അതുകൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ. AK-47 കുശുകുശു ഉപയോഗിക്കുന്ന കാലത്ത് നിന്റെ മുളവടി എന്തിന്? അല്ലേ? ആലോചിക്കും മനുഷ്യരെ. നല്ലൊരു ജീവിതവും നിയന്ത്രിക്കാൻ പറ്റിയ നാവുമുണ്ടോ നിനക്ക് ജീവിക്കാം. പിന്നെ ആയുധമേന്തി വരുന്നവന്റെ മുമ്പിൽ ആയുധം താഴെ വെപ്പിച്ച ശ്രീബുദ്ധന്റെ പാരമ്പര്യമുള്ള രാജ്യം ടാർജ നിൽക്കവിടെ എന്നായുധമേന്തി ശ്രീബുദ്ധനോട് ചോദിച്ചപ്പോ ഞാൻ നിന്നു, നീ എപ്പോഴാ നിൽക്കുക എന്ന് ചോദിച്ച നാട്. കൊല്ലാൻ ഓങ്ങിയ വാളുകാരന്റെ കണ്ണിൽ നോക്കി എന്നെ അല്ലാഹു രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞതിന്റെ പേരിൽ അവന് ഫ്രീ ആയി വിട്ടയച്ചപ്പോ വെള്ളത്തോൾ നാരായണ മേനോൻ അല്ലാഹു എന്ന കവിത എഴുതിയ മുഹമ്മദ് നബിയുടെ അനുയായികൾ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താൻ, ശത്രുവിനെ മിത്രമാക്കി മാറ്റാൻ അതിന് കഴിയുന്ന ആർജവമുള്ള ഒരു ജീവിതം, ആരെയും ഭയപ്പെടാത്ത ഒരു ജീവിതം, രാത്രിയുടെ കൂരിരുട്ടിൽ ഒളിച്ചിരുന്ന് തന്നെ കൊല്ലാൻ വരുന്നവരെ നിർഭയത്വത്തോടെ കഴുത്തു നീട്ടിക്കൊടുക്കുന്ന ശാന്തതയുടെ മതം, ധർമ്മത്തിനും അധർമ്മത്തിനും വേണ്ടി ഇന്നത്തെ ലോകത്ത്, ഞാനെന്താ പറയും, അധർമ്മത്തിനു വേണ്ടി വായുന്ന ലോകത്ത് തന്റെ അധികാരവും തന്റെ കഴിവും തിന്മക്ക് സീല് വെച്ചു കൊടുക്കാൻ ഉപയോഗിക്കുന്ന ലോകത്ത്, അരുതായികകൾ നടക്കുന്ന ലോകത്ത് കൈപിടിച്ചരുതേ എന്ന് പറയാൻ യുവാക്കളെ ജനകീയമായ ഒരു കോടതി, ജനകീയമായ ഒരു വിപ്ലവം, രാഷ്ട്രീയമില്ലാത്ത, രാഷ്ട്രീയ പാർട്ടികളില്ലാത്ത, കീറത്തുണിയുടെ വേദാന്തം പറയാത്ത ഒരു നവലോകം, സാൽവേഷൻ ഇൻ ദി പാത്ത് ഓഫ് ഇസ്ലാം. എറണാകുളത്തിന്റെ മണ്ണിൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഈ മെയ് മാസത്തിൽ അരങ്ങേറുമ്പോ വിശ്വലായ കാഴ്ചകളിലൂടെ പുതിയ ചിന്തകളുടെ ലോകത്തേക്ക് മനുഷ്യരെ എത്തിപ്പിക്കുമ്പോ, പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളിലേക്ക് അഗാധമായി ഊഴിത്തിറങ്ങുന്ന ചിന്തകളെ തട്ടിയെടുത്ത് കൊണ്ടുവരുമ്പോ, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും പഠിപ്പിക്കപ്പെടുന്ന ഒരു ദർശനത്തിന് തല ഉയർത്തി നിൽക്കാൻ കഴിയുന്ന ഒരു ലോകത്ത് ഇന്നിതാ മുജാഹിദ് പ്രസ്ഥാനം നിങ്ങളെ ക്ഷണിക്കുന്നു. നന്മയുടെ കിരണങ്ങളായി തീരാൻ, ഭാര്യയെ സ്നേഹിക്കുന്ന, മക്കളെ സ്നേഹിക്കുന്ന, രണ്ട് കൈകളിലും താലോലിക്കുന്ന അത്തരമൊരു സാഹചര്യം ഉണ്ടാകാം. സഹോദരങ്ങളെ, കാസർഗോഡ്, മംഗലാപുരം, കർണാടക സ്റ്റേറ്റ്, തമിഴ്നാട്, ഇതെല്ലാം നമ്മളോട് ചേർന്ന് നിൽക്കുന്ന നാട്, നമുക്കറിയാവുന്ന നല്ല കുറെ മനുഷ്യന്മാരെ ജീവിക്കുന്ന നാട്, തിന്മയുള്ളവരും. പക്ഷേ നന്മയുള്ള ആളുകൾ ഒത്തൊരുമിച്ച് തിന്മക്കെതിരെ ശബ്ദിച്ചാൽ നല്ലൊരു നാളെ ഉണ്ടാകും. തീർച്ചയായും അതിന് വ്യക്തി തലങ്ങളിൽ നിന്ന് തുടങ്ങണം സംസ്കരണം, കുടുംബതലങ്ങളിൽ നിന്ന് തുടങ്ങണം സംസ്കരണം. അലാ ഫഇന്ന ഫിൽ ജസദി മുളഅതൻ ഇദാ സ്വലഹതു സ്വലഹൽ